2026 MG മോട്ടോഴ്സിന്റെ ആദ്യത്തെ വാഹനമാണിത്, മജസ്റ്റർ. മജസ്റ്റർ വരുന്നതോടുകൂടി ഒരു പുതിയ സെഗ്മെന്റ് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. MG D+ SUV സെഗ്മെന്റിലേക്കാണ് MG മജസ്റ്ററിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെഗ്മെന്റിനെ പറ്റി സംസാരിക്കുമ്പോൾ 38,000 വാഹനങ്ങളാണ് ഒരു വർഷം ഇന്ത്യയിൽ വിൽക്കുന്നത്. എന്നാൽ മജസ്റ്റർ വരുന്നതോടുകൂടി അതിനൊരു വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് MG മജസ്റ്ററിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങൾ, വലിയ പ്രഖ്യാപനങ്ങളുമായിട്ടാണ് MG മജസ്റ്ററുമായി എത്തുന്നത്. വെൽക്കം ബാക്ക് ടു ടർബോ ഡ്രൈവ്. ആരെയും അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മസ്കുലർ ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള, നല്ല പ്രസൻസ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിലായിട്ടുള്ള ഡിസൈൻ പാറ്റേണാണ് വാഹനത്തിന് ഫുള്ള് കൊടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വലിയ ഗ്രില്ല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രിൽ പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ക്രോമിൻ്റെ ചെറിയ എലമെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. MGയുടെ വലിയ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. ലെവൽ 2 ADASും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. മോറിസ് ഗാരേജസ് എന്നുള്ള ആ ഒരു ലെറ്ററിങ്ങും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇനി ഹെഡ്ലാമ്പ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വലിയ DRL കൊടുത്തിട്ടുണ്ട്. കൂടാതെ T ഷേപ്പിലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു L ഷേപ്പിലായിട്ടുള്ള DRL നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു യൂണിറ്റും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത്. നമുക്ക് ഇവിടെയും ഒരു ബ്ലാക്ക് എലമെൻറ്റിലുള്ള ഇൻസെർട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള ഒരു വാഹനവും ഏറ്റവും നീളമുള്ള ഒരു വാഹനവുമായിട്ടാണ് MG മജസ്റ്ററിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എത്രയധികം വലിപ്പമുള്ള ഒരു വാഹനമാണ് ഇതെന്നുള്ളത്. 19 ഇഞ്ച് വലിപ്പമുള്ള വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള അലോ വീൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട്. ആൻഡ് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സൈഡ് സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. ആൻഡ് വളരെ വലിയ വീലാർച്ചുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എയർ ഇൻടേക്ക് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ഒരു അഡ്വഞ്ചർ എഡിഷൻ ആക്സസറീസ്ഡ് വേർഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പും സൈഡ് ക്ലാഡിങ്സ് ഒക്കെ കുറച്ചുകൂടി ഒരു മനോഹരമായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഡോറുകളിൽ റിക്വസ്റ്റ് സെൻസസ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഡോർ ഹാൻഡിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ യൂണിറ്റ് ഒരു മിററിൽ കാണാനായിട്ട് സാധിക്കും. വളരെ വലിപ്പമുള്ള ഒരു മിററും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡിസൈനാണ് ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം. അത് ഫ്രണ്ടിലായിക്കോട്ടെ, സൈഡിലായിക്കോട്ടെ, ഈവൻ റിയർ എൻഡിലേക്ക് വരുന്ന സമയത്തും വളരെ മനോഹരമായിട്ടുള്ള ബോൾഡർ ഡിസൈൻ സ്ട്രാറ്റജിയാണ് ഈ ഒരു വാഹനത്തിൽ MG കാഴ്ചവെച്ചിരിക്കുന്നത്. വലിയ കണക്റ്റഡ് LED ടെയിൽ ലാംപ്സ് ആണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഒരു റിയർ എൻഡിലേക്ക് വരുന്ന സമയത്ത്. ഫുൾ LED പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മോറിസ് ഗാരേജസിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മജസ്റ്റർ എന്നുള്ള വലിപ്പത്തിലുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്ലോസ്റ്ററിലും കണ്ടിട്ടുള്ള ആ ഒരു സെയിം ട്രീറ്റ്മെന്റ് ആണ്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, സെൻസേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെയും ഒരു ഡിസൈൻ എലമെന്റ് കാണാനായിട്ട് സാധിക്കും. ആൻഡ് നമുക്ക് എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫേക്ക് അല്ല, ഫങ്ഷണൽ എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയും ഒരു ലാമ്പ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ ജസ്റ്റർ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. 343 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടെയിൽ ഗേറ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1500 ലിറ്ററിന് മുകളിൽ ബൂട്ട് ക്യാരിങ് കപ്പാസിറ്റി ഈ ഒരു വാഹനത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഇതൊരു D+ സെഗ്മെന്റിൽ പെടുന്ന ഒരു വാഹനമാണല്ലോ. അതുകൊണ്ട് തന്നെ വളരെയധികം മാസീവായിട്ടുള്ള ഒരു സ്പേസ് ഈ ഒരു തേർഡ് റോ മടക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. സോ അത് പറയുമ്പോൾ ഈ ഒരു വാഹനം 6 സീറ്റർ 7 സീറ്റർ കോൺഫിഗറേഷനിൽ വരുന്നൊരു വാഹനം കൂടിയാണ്. നമുക്കൊരു തേർഡ് റോയുടെ ഒരു ഫെസിലിറ്റിയും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഇന്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. MG മജസ്റ്ററിൻ്റെ ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഇത്ര ഹൈറ്റുള്ളൊരു വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പരിധിവരെ MG ഗ്ലോസ്റ്ററിൻ്റെ സിമിലാരിറ്റീസ് ഒക്കെ ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ MGയുടെ ബാഡ്ജിങ് ഒക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കണക്റ്റഡ് കാർ ടെക്കിൻ്റെ ആ ഒരു ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കും. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് സെൻട്രൽ കൺസോളിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെൻട്രൽ കൺസോളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 75 പരം കണക്റ്റഡ് കാർ ടെക് ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. വലിയ ഒരു വിസിബിലിറ്റി കിട്ടുന്ന, നല്ല വ്യൂ കിട്ടുന്ന, നല്ല സൈസുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ AC വെൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് 2 ഫോൺ ചാർജ് ചെയ്യാനുള്ള, വയർലെസ്സിൽ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നടുവിൽ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. സ്ലൈഡബിളായിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ 2 രീതിയിൽ 2 സൈഡിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു വലിപ്പമുള്ള, അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് സീറ്റുകളെ പറ്റി പറയുമ്പോൾ 12 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. മസാജ് ഫെസിലിറ്റിയും ഈ ഒരു സീറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഡോറുകളിലേക്ക് നോക്കുന്ന സമയത്തും വളരെ
പ്രീമിയം എലമെൻസിലുള്ള ഒരു ലെതർ തീം പാറ്റേൺസ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ളൊരു മ്യൂസിക് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. 12 സ്പീക്കേഴ്സിൻ്റെ JBLൻ്റെ ഒരു സൗണ്ട് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ പനോറമിക് സൺറൂഫ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. സോ ഓവറോൾ ഈ ഒരു ഡ്രൈവിംഗ് കോക്പിറ്റിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുന്ന സമയത്ത് വളരെയധികം മാസീവായിട്ടുള്ള ഒരു ചേഞ്ചസും ഫീച്ചേഴ്സുമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു വാഹനത്തിൽ നിരവധി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് 3 ഡിഫറൻഷ്യൽ ലോക്കുകൾ വരുന്നുണ്ട്, 4x4, 4x2 തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സോ ഒരു പ്രോപ്പർ ഓഫ് റോഡ് സെൻട്രിക് വാഹനമായിട്ട് നമുക്ക് ഈ ഒരു മജസ്റ്ററിനെ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. നിരവധി ട്രാക്ഷൻ മോഡുകളും ഡ്രൈവ് മോഡുകളും വരുന്നുണ്ട്. ഈവൻ സാൻഡ്, സ്നോയ്, ഡസ്റ്റ് ഇങ്ങനെയുള്ള പല മോഡുകളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കും. സോ ഒരു പ്രോപ്പറായിട്ടുള്ള ഡെയിലി ലൈഫിൽ, അതായത് എല്ലാ സിനാരിയോസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് MG മജസ്റ്ററിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. MG മജസ്റ്ററിൻ്റെ സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്നുള്ള രീതിയിലാണ് MG പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലോഞ്ച് എന്നാണ് ഇതിനെ MG വിളിക്കുന്നത്. സോ കുറച്ചധികം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ലോഞ്ചായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് MGക്ക് സാധിക്കുന്നത്. സോ സീറ്റിൻ്റെ കംഫർട്ടിലേക്ക് വരുന്ന സമയത്ത് അണ്ടർ തൈ സപ്പോർട്ട് നമുക്ക് കാര്യമായിട്ട് കിട്ടുന്നില്ല. സോ ലാക്ക് ഓഫ് അണ്ടർ തൈ സപ്പോർട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട്. ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്, ഹെഡ് റൂമും ലഭിക്കുന്നുണ്ട്. സോ ഒരു ലോങ് ജേണിക്കൊക്കെ ആണെങ്കിൽ അണ്ടർ തൈ സപ്പോർട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് നമുക്ക് ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ലെങ്ത് റേച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് പ്രോപ്പർ ഒരു കംഫർട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നിരുന്നാൽ പോലും ഒരു മിനിമലായിട്ടുള്ള ഒരു അണ്ടർ തൈ സപ്പോർട്ട് തീരുമാനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് ചാർജിങ് പോർട്ട്സ് വരുന്നുണ്ട്. 220 വാട്ടിൻ്റെ ഒരു സോക്കറ്റ് ലഭിക്കുന്നുണ്ട്. ഈവൻ ലാപ്ടോപ്സോ നമ്മുടെ മറ്റുള്ള ചാർജിങ് ഡിവൈസുകളൊക്കെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. 3 സോൺ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ AC വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 സോണും ബാക്കിൽ 1 സോണും സോ ലഭിക്കുന്നുണ്ട്. സെൻട്രലിൽ നമുക്ക് ആംബ്രസ്റ്റ് വരുന്നുണ്ട് വിത്ത് 3 കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത്. ആൻഡ് 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. 3 ഡെഡിക്കേറ്റഡ് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് നമുക്കൊരു സൺ ബ്ലൈൻഡ് വരുന്നുണ്ട്. സോ വിച്ച് മീൻസ് കുറച്ചുകൂടെ പ്രൈവസി പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഒരു വാഹനത്തിൽ. സൺ ബ്ലൈൻഡിൻ്റെ ഈ ഒരു മെറ്റീരിയലും എഗെയിൻ വളരെ കട്ടിയില്ലാത്തൊരു മെറ്റീരിയലാണ്. സോ കുറച്ച് കൂടുതലായിട്ട് ഹീറ്റ് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. തേർഡ് റോയിലേക്ക് വരുന്ന സമയത്ത് 2 പേർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അണ്ടർ തൈ സപ്പോർട്ട് ഇറ്റ്സ് പുവർ ആക്ച്വലി. നല്ല ഹെഡ് റൂം ഉണ്ട്, നല്ല ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈവൻ ദോ ഈ സീറ്റ് മുമ്പോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും കാര്യമായിട്ടുള്ള അണ്ടർ തൈ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നില്ല. സോ ഒരു ലോങ് ജേണിക്കൊക്കെ കിഡ്സിനായിരിക്കും കുറച്ച് കൂടുതലായിട്ട് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, AC വെൻസ് നമുക്ക് വരുന്നുണ്ട്, ആൻഡ് ചാർജിങ് പോർട്ട്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഒരു പ്രാക്ടിക്കൽ ഇനഫ് ടെക് വൈസ് നോക്കുന്ന സമയത്ത്, ഫീച്ചേഴ്സ് വൈസ് നോക്കുന്ന സമയത്ത് പ്രാക്ടിക്കൽ സ്പേസ് ആണ്. ബട്ട് ഒരു ലോങ് ജേണിക്കൊക്കെ ഫുള്ളി ഗ്രോൺ അഡൽസിന് നോട്ട് സജസ്റ്റബിൾ. കിഡ്സിനൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി എൻജോയ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ MG മജസ്റ്റർ ട്രാക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളല്ല ഓടിക്കുന്നത്, ഇൻസ്ട്രക്ടർ ഉണ്ടാവും. സോ ഈ ഒരു സീറ്റിൽ ഇരുന്നിട്ട് ഈ വാഹനം എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ഫീഡ്ബാക്കാണ്. ഇത് ഒരു പ്രോപ്പർ വാഹനം ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല. ബട്ട് എങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ അത്യാവശ്യം കുറച്ചധികം ടാക്കിൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഈ ഒരു വാഹനം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത്. അഗെയിൻ 3 ഡിഫറൻഷ്യൽ ലോക്സോട് കൂടിയിട്ടാണ് ഈ ഒരു മജസ്റ്റർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളിപ്പോൾ സ്ലഷിലേക്ക് പോവാണ്. 4 വീൽ ഹൈ എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഡിഫറൻഷ്യൽസ് ഓഫാണ്. ആൻഡ് മഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ത്രോട്ടിൽ റെസ്പോൺസ് എങ്ങനെ ഉണ്ടെന്ന് പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്സ്റ്റക്കിൾസ് കൂടിയാണ് സ്ലഷ് എന്ന് പറയാം. ബിക്കോസ് ഇത് 2.2 ലിറ്റർ ട്വിൻ ടർബോ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. 215 HP പവറും 478 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസിലിയാണ് ഈ സ്ലഷ് ഈ ഒരു വാഹനം ഹാൻഡിൽ ചെയ്തത്. സോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് വാട്ടർ വെയ്ഡിങ് ആണ്. 810 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി. നമ്മളിപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. So to engage, you got to go to central lock. Okay. Now it's on 4 low. Okay. Correct. And rear diff, front diff. Okay. All diffs are locked. Okay. 810 എന്ന് പറയുന്നത് വെറുതെ അല്ല. സോ നോക്കിയോളൂ, ഈ ക്യാമറ അറിയാൻ പറ്റുന്നുണ്ട്. ഐ മീൻ ക്യാമറ പോലും വെള്ളത്തിൽ സിങ്ക് ആയിട്ടുണ്ട്. സോ ദാറ്റ് മച്ച് ഓഫ് വാട്ടർ വെയ്ഡിങ് വി ആർ ഡൂയിങ് റൈറ്റ് നൗ. That was a surprise. Man.
ഗുഡ് ആക്ച്വലി ഐ തിങ്ക് ഇത്ര ഒരു വാട്ടർ വെയ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള വേറൊരു വാഹനം ഈ ഒരു സെഗ്മെന്റിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. സോ ഈവൻ വാഹനത്തിന്റെ ക്യാമറ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ എന്ന് പറയുന്നത് ആ ലോഗോയുടെ തൊട്ട് താഴെയാണുള്ളത്. ഈവൻ അതുപോലെ സിങ്ക് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നല്ലൊരു പ്രോപ്പറായിട്ടുള്ള നല്ലൊരു പ്രോപ്പറായിട്ട് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്ടർ വെയ്റ്റിംഗ് കപ്പാസിറ്റി ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഓട്ടോക്രോസ് ട്രാക്കിലേക്കാണ് പോകുന്നത്. സോ ഇവിടെ നമ്മൾ നോർമലിയാണ് പോകുന്നത്, ഒരു ഡിഫറൻഷ്യൽ ലോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നല്ല ടൈറ്റ് ടേൺസ് ആണ്, ഈവൻ അത്യാവശ്യം നല്ല സ്ലിപ്പറി ആയിട്ടുള്ള ടെറൈൻസ് ആണ്. നമ്മൾ വാട്ടർ വെയ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് വന്നത്, എന്നിട്ട് പോലും വിത്തൗട്ട് എൻഗേജിങ് എനി ലോക്സ്, നല്ല ഹാൻഡ്ലിങ്ങും വിത്തൗട്ട് സ്ലിപ്പറി ആയിട്ടാണ് ഈ വാഹനം ഈ ഒരു ഒബ്സ്റ്റക്കിൾ ടാക്കിൾ ചെയ്തത്. സോ ഇനി ഡീപ്പ് ഒരു ക്ലൈംബാണ്. So this is 35 degrees entry. Okay. So if you activate this, if you see the incline in the front, Okay. it is 35 degrees. So while going up, I don't need to accelerate. The car figures out how much power it requires, and accordingly it will move. Okay. You go. Okay. ആക്സിലറേഷൻ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. CC ഉപയോഗിച്ച് വാഹനം ഓട്ടോമാറ്റിക്കലി ക്രോൾ ചെയ്യുകയാണ്. വാഹനം ഇത്രയും ഒരു ഡീപ്പ് ക്ലൈംബ് ആണെന്നത് മനസ്സിലാക്കിയതിന് ശേഷം വാഹനം തന്നെ ഓട്ടോമാറ്റിക്കലി അതിലേക്കുള്ള ഇൻപുട്ട് കൊടുത്തിട്ട്, സോ നൗ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. യെസ്, ഓക്കെ. ആക്ച്വലി ഇത്രയും ഒരു കുത്തനെയുള്ള ഇറക്കമായിട്ട് പോലും നമ്മൾ ബ്രേക്കിന് ഇൻപുട്ട് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. വാഹനം ഓട്ടോമാറ്റിക്കലി എല്ലാം സെൻസ് ചെയ്തിട്ട് വാഹനം തന്നെയാണ് ബ്രേക്കിംഗ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് CCO ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കേപ്പബിലിറ്റീസ് ഷോക്കേസ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു ഫീച്ചർ കൂടിയാണ്. സോ നമ്മളിപ്പോൾ ആർട്ടിക്കുലേഷനിലേക്ക് പോവാണ്. വാവ്, ഐ തിങ്ക് ഇത്ര ഹ്യൂജ് ആയിട്ടൊരു ആർട്ടിക്കുലേഷൻ ഞാൻ റീസെൻ്റ്ലി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഐ തിങ്ക് ദിസ് ഈസ് മോർ ഡീപ്പർ than you think. So you can see how good the ground Yeah. ആർട്ടിക്കുലേഷൻ നമുക്ക് ബേസിക്കലി വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്, അതിൻ്റെ ഡിപ്പാർച്ചറും അപ്രോച്ച് റാങ്കിലും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ബട്ട് ഇത്ര ഡീപ്പായിട്ടുള്ളൊരു ആർട്ടിക്കുലേഷൻ ഞാൻ റീസെൻ്റ്ലി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഐ തിങ്ക് ഫോർച്യൂണർ ഷുഡ് നീഡ് എ ഫേസ് ലിഫ്റ്റ് സൂൺ. Fortuner, I think, would have this got a very low CG. അത് 45 ഡിഗ്രി. Yeah, 35. 35. സോ 35 ഡിഗ്രി പോസിറ്റീവ് ആംഗിളാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. എഗെയിൻ വാഹനത്തിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കേപ്പബിലിറ്റീസും ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മോറോവർ നമുക്കൊരു എക്സ്പീരിയൻസ് ആണിത്. നമ്മൾ 3 ഡിഫറൻഷ്യൽസും എൻഗേജ് ചെയ്തിട്ടാണ് ഇത് ടാക്കിൾ ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് നമ്മളെല്ലാം ഓടിച്ചത്. നമുക്കൊരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. സോ ഇതുപോലുള്ള മാസീവായിട്ടുള്ള കുറേയധികം ഒബ്സ്റ്റക്കിൾസ് ഈ ഒരു സ്ഥലത്ത് MG സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ഈ MG മജസ്റ്റർ, MGയുടെ ഏറ്റവും പുത്തൻ വാഹനം, വളരെയധികം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈവൻ ഇത് ഓട്ടോമാറ്റിക്കലി ആണ് ഈ ഒരു വാഹനം സ്ലോപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. CCO എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ക്രോൾ കൺട്രോൾ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതും ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക്കലിയാണ് ഇതിൻ്റെ. ഈ ഒരു സ്ലോപ്പ് ഇറങ്ങുന്ന സമയത്തുള്ള ബ്രേക്കിംഗ് വാഹനം ഓട്ടോമാറ്റിക്കലിയാണ്. ഈ ഒരു സ്ലോപ്പ് കയറുമ്പോഴും അതിൻ്റെ ആക്സിലറേഷൻ ഓട്ടോമാറ്റിക്കലിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള നിരവധി ടെക്നോളജിപരമായി മാക്സ് ടു മാക്സ് അതിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാക്സ് ടു മാക്സ് ടെക്നോളജീസിനെ ഇൻബിൽഡ് ചെയ്യാനായിട്ട്, ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മജസ്റ്ററിലൂടെ MGക്ക് സാധിച്ചിട്ടുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഫോർച്യൂണറിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു റൈവൽ തന്നെയാണ് ഈ ഒരു വാഹനം. വളരെ മികച്ച ഒരു 4x4 ഒരു ട്രാക്ഷൻ കൺട്രോൾസ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈവൻ നമുക്ക് 3 ഡിഫറൻഷ്യൽ ലോക്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ 3 ഡിഫറൻഷ്യൽ ലോക്സ് ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം ഹൈ ടെറൈൻസ് നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈവൻ വാട്ടർ വെയ്റ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ആണെങ്കിലും 810 മില്ലിമീറ്റർ വാട്ടർ വെയ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഐ തിങ്ക് അതൊരു ഹാറ്റ്സ് ഓഫ് തന്നെ കൊടുക്കേണ്ടതാണ്. ബിക്കോസ് നമ്മൾ വാഹനത്തിൽ ഇരുന്നപ്പോൾ തന്നെ വാഹനത്തിൻ്റെ ലോഗോയുടെ തൊട്ട് താഴെയാണ് ഫ്രണ്ടിലെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ വരുന്നത്. ഈവൻ ആ ക്യാമറ പോലും വെള്ളത്തിൽ മുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ അത്രയധികം എഞ്ചിൻ്റെ ഒരു പകുതിയോളം വെള്ളത്തിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത്രയധികം വാട്ടർ വെയ്റ്റിംഗ് കപ്പാസിറ്റി ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടാണ് ഏറ്റവും പുതിയ MG മജസ്റ്ററിനെ MG അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. ഇതിൻ്റെ ഡ്രൈവ്, പ്രോപ്പറായിട്ടുള്ള ഡ്രൈവ് നമ്മൾ ചെയ്തിട്ടില്ല. ഓൺ റോഡ് പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ പ്രോപ്പർ ഡ്രൈവ് റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.